കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ നരഹത്യാ കേസിൽ വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തിയെന്ന് സംശയിക്കുന്ന സരോവരത്തെ ചതുപ്പിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. മുഖ്യപ്രതി കെ നിഖിലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആദ്യ ദിവസത്തെ പരിശോധന പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇന്നും മൃതദേഹാവശിഷ്ടം കണ്ടെത്താനായില്ലെങ്കിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, തെളിവെടുപ്പ് ഇന്നും തുടരാനാണ് പോലീസിന്റെ നീക്കം. അതുപോലെ തന്നെ എപ്പോഴേക്കായിരിക്കും തെളിവെടുപ്പ് തുടങ്ങുക? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് കാർത്തു. ഈ വിജിൽ നരഹത്യ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ 3 ദിവസത്തേക്ക് മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചത്. അവരുടെ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചു. അത് ഇന്നാണ് മൂന്നാമത്തെ ദിവസം, അവസാന ദിവസം ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പക്ഷേ അതിന് പ്രതികൂലമായി നിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കനത്ത മഴ കോഴിക്കോട് ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴ ഇപ്പോഴും നിന്നിട്ടില്ല. ഇന്നലെ രാത്രിയെല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു. പക്ഷേ ഇപ്പോഴും മഴ നിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ തെരച്ചിലിനിടയിലാണ് ശക്തമായ മഴയും കാറ്റും വന്ന് തെരച്ചിൽ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നത്. മൃതദേഹാവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ചതുപ്പിലെ വെള്ളം ഊറ്റി പുറത്തേക്കെടുക്കുന്ന പ്രവൃത്തിയായിരുന്നു ഏറ്റവും ആദ്യം അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി നടന്നത്. ഇന്നലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പോലീസുമെല്ലാം തന്നെ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു. തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മുഖ്യപ്രതി കെ നിഖിലിനെ എത്തിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ തെളിവെടുപ്പ് നടന്നത്. ഇന്നിപ്പോൾ തെളിവെടുപ്പ് പുനരാരംഭിക്കുമ്പോൾ സരോവരത്തെ നിഖിൽ കാണിച്ചു കൊടുത്ത ആ ചതുപ്പിൽ തെളിവെടുപ്പ് പുനരാരംഭിക്കുമ്പോൾ ഈ ആധുനിക റഡാർ സംവിധാനത്തിന്റെ സഹായം തേടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കെടാവർ നായകളുടെ സഹായം. കെടാവർ നായ നമുക്കറിയാം, വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത ഭൂമിയിലെല്ലാം തന്നെ മൃതദേഹം കണ്ടെത്താനും ഒക്കെയായി പോലീസും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് കെടാവർ നായകളുടെ സഹായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കെടാവർ നായകളുടെ സഹായം ഇന്ന് തേടും. അസ്ഥി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല രണ്ടാം പ്രതിയായിട്ടുള്ള കേസിലെ ഇനിയും പിടികിട്ടാനുള്ള രഞ്ജിത്ത്, പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ്. രഞ്ജിത്തിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം അതിന്റെ സമാന്തരമായി മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം ഈ തെരച്ചിൽ പുനരാരംഭിക്കുക. തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് അതായത് ഈ പറഞ്ഞതുപോലെ മഴ ശക്തമല്ലെങ്കിൽ മാത്രമായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക. അല്ലെങ്കിൽ തിരികെ ഇന്ന് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് പ്രതികളെ തിരികെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കുന്നതിന് പിന്നാലെ തന്നെ ഇവരെ വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് അവർ വിലയിരുത്തുന്നത്. അത്തരമൊരു ആലോചനയിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. കാർത്തു. ശരി, കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ നരഹത്യാ കേസിലാണ് വിജിലിനെ കല്ലുകെട്ടി താഴ്ത്തിയെന്ന് സംശയിക്കുന്ന സരോവരത്തെ ചതുപ്പിൽ തെളിവെടുപ്പ് ഇന്നും തുടരാനാണ് നീക്കം. മുഖ്യപ്രതിയായ കെ നിഖിലിന്റെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന നടക്കുക. മൃതദേഹാവശിഷ്ടം കണ്ടെത്താനായില്ലെങ്കിൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.